and gentlemen, welcome to your favorite tech news, Chaya with Tech with Call Me Shazam. Yes, after a while നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ കുറച്ച് ന്യൂസുകളേ ഉള്ളൂ ഗൈസ്. അതായത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെ കുറച്ച് ന്യൂസുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വരാത്തതില്ല. എന്നെങ്കിൽ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന നേരത്തിനാണ് ഞാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നല്ല ന്യൂസൊന്നും ഇല്ലടേ. കുറച്ച് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ ഇന്നലെ എൻകൗണ്ടർ ചെയ്ത മൈക്രോസോഫ്റ്റിൻ്റെ സിസ്റ്റം ഡൗൺ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. സംഭവം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ സെക്യൂരിറ്റി പരിപാടികളൊക്കെ നോക്കണം, സൈബർ സെക്യൂരിറ്റി സാധനങ്ങളൊക്കെ. ഇവന്മാരെന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കൊടുത്താണ് ഈ പണി കിട്ടിയത്. നല്ല കറക്റ്റ് പേര് കേട്ടോ, ക്രൗഡ് സ്ട്രൈക്ക് എന്നാണ് കമ്പനിയുടെ പേര്. അച്ചിട്ട പേര് ആരിട്ടാലും എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ പബ്ലിക്കും പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന OS ആണ്. ലിനക്സോ മാക് OSോ അല്ല. മാക് OS ഒക്കെ നാട്ടുകാർക്ക് മൊത്തം പബ്ലിക് സെക്ടറിലൊക്കെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഷഡ്ഡി കീറ്. പിന്നെ ആപ്പിൾ ട്രില്യണിലൊന്നും ആയിരിക്കില്ല നിൽക്കാൻ പോകണം, വേറെ വല്ലതിലൊക്കെ തിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നടക്കാത്ത കേസാണ്. ബിക്കോസ് കുറച്ചും കൂടെ ചീപ്പ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം മൈക്രോസോഫ്റ്റാണ്. അപ്പം അത് വെച്ചിട്ട് തന്നെ ഇവന്മാർക്ക് ഈ പണി നാലിച്ച് വയ്ക്കുകയാണ്. പൂര പണിയായിരുന്നു. മറ്റേ ഈ ടിക്കറ്റൊന്നും ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. എയർപോർട്ടിലാണെങ്കിലും സിനിമാ തിയേറ്ററിലാണെങ്കിലും ചില ആപ്പുകൾ ഓപ്പൺ ആവുന്നില്ല. അതേപോലെ ചില ലാപ്ടോപ്പുകൾ, ചില PC ഒക്കെ ഇന്നലെ ബ്ലൂ സ്ക്രീനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തിനാണെങ്കിലും ഭയങ്കര പടിയായിപ്പോയി. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ മെഗാ ന്യൂസ്. അതിൽ തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ന്യൂസ് ഉണ്ട് ഗൈസ്, ആ ന്യൂസിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. സത്യം പറഞ്ഞാൽ ന്യൂസിൽ ഫോണുകൾ ഇറങ്ങി എന്ന് പറയാനാണ് ഞാൻ വന്നത്. OnePlus Nord 4 റിലീസായിരിക്കുകയാണ്. ഈ ഫോണ് ഗംഭീരമൊക്കെയാണ്. ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത്. നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് വരുന്നത് നോഡ് സീരീസിൽ. അവർ ഡിമെൻസിറ്റി ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ സ്നാപ്ഡ്രാഗനിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ശരിയാണ്, നല്ല കുറേ കാര്യങ്ങൾ ഈ ഫോണിനെ പറ്റി പറയാനുണ്ടെങ്കിലും മെയിനായിട്ടും എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു പോസിറ്റീവ് പറയാം. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. വെരി ഗുഡ് ഇംപ്ലിമെൻറ്റേഷൻ ബൈ OnePlus. അതായത് സെക്യൂരിറ്റി അപ്ഡേറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് അത് അവർ 6 വർഷത്തേട്ട് മാറ്റിയത് വളരെ നല്ലത്. പക്ഷേ OnePlus എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് ഒരു വളരെ ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് അവന്മാർ ഇതാ ചൊട്ടിച്ച് കൈ തന്നു കേട്ടാ. ഈ ഫോൺ എടുത്തവർ പറയുന്നു ബ്ലോട്ട്വെയർസും അതേപോലെ സെർച്ചിൽ ആഡ്സും കണ്ടു തുടങ്ങി എന്ന്. ദാറ്റ് ഈസ് വെരി ബാഡ് OnePlus. ലൈക്ക് OnePlusന് ഞാൻ പണ്ട് സജസ്റ്റ് ചെയ്യുമായിരുന്നു ഇതുപോലെ ColorOS ആണെങ്കിലും ഇതിലായിട്ടും ബ്ലോട്ട്വെയർസോ ആഡ്സോ ഇല്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞെടുത്ത് ഇതൊരു ഭയങ്കര ലെറ്റ് ഡൗൺ ആയിപ്പോയി. എനിക്ക് മനസ്സിലായി നിങ്ങൾ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പക്ഷേ ഇതുപോലത്തെ സാക്രിഫൈസുകൾ ചെയ്യണോ? ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നിങ്ങളുടെ ഫസ്റ്റ് ഫോൺ 25,000 രൂപയ്ക്ക് അന്നത്തെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വെച്ച് ഇറക്കിയ കമ്പനിക്ക് ഇങ്ങനെ ഒരു തഴന്താഴ്ന്ന രീതിയിൽ വരാൻ എങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റേ ഏതോ ഒരു കൊച്ചിറക്കം പറഞ്ഞ പോലെ ദിസ് ഈസ് ബിസിനസ് എന്നാണ് എനിക്കിവിടെ പറയുള്ളൂ. ബട്ട് അഗെയിൻ ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. 32,000 റുപ്പീസോ 31,000 റുപ്പീസോ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതേപോലെ 128 GB 2024 ഇറക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര മോശം. അതും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. 256 ബേസ് സ്റ്റോറേജ് ആയിട്ട് കൊടുക്കുന്നിടത്ത് 128 ഒക്കെ എന്തിനായാലും OnePlus Nord 4 റിലീസായിട്ടുണ്ട്. കാണാനൊക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. സോ പിന്നെ സാംസങ്ങിൻ്റെ ഇവൻറ്റ് ഫോൾഡ് 6, ഫ്ലിപ്പ് 6, അതേപോലെ വാച്ച് അൾട്ര, വാച്ച് 7, ഇയർബഡ്സുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ. ആൻഡ് ഐ ഫീൽ ദ പ്രൈസസ് ആർ സൂപ്പർബ് ഹൈ. 1,65,000 രൂപ ഫോൾഡ്, 1,00,000 സംതിങ് രൂപ ഫ്ലിപ്പ്, 20,000 രൂപ വരെ TWS ബഡ്സ് 3 Pro 20,000 രൂപ. അതേപോലെ 50,000 60,000 രൂപ വരെ വാച്ച് അൾട്ര. സത്യം പറഞ്ഞാൽ ആപ്പിളിൻ്റെ വാച്ച് അൾട്രയെക്കാട്ടിൽ വില കുറച്ചാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അത് ഓക്കെ. ബട്ട് ഐ ഫീൽ ദ പ്രോഡക്ട്സ് ആർ ഗെറ്റിംഗ് വെരി എക്സ്പെൻസീവ്. ആൻഡ് ദ എമൗണ്ട് മറ്റേ റേഷ്യോ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് ഇന്നോവേഷൻ എന്തൊക്കെയാണ് പ്രൈസ് ഹൈക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ഹൈക്ക് ഇസ് മോർ ദാൻ ഇന്നോവേഷൻ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ എം യൂസിങ് ദാറ്റ് ഫോൺ റൈറ്റ് നൗ. നമ്മുടെ ഫോൾഡാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് വെരി നൈസ് ഫോൺ ഫോർ ദ പ്രൈസ്. അവർ ആ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വളരെ മൈന്യൂട്ടാണെങ്കിൽ വളരെ റിഫൈൻമെൻറ്റിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട്
പ്രൈസിങ് ഈസ് ദ ഈവിൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൂഗിൾ പിക്സലിൻ്റെ 9 സീരീസ് ഇന്ത്യയിലും റിലീസുണ്ട്. ഓഗസ്റ്റ് 14 എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫോൾഡ്, അതായത് ഗൂഗിൾ പിക്സൽ ഫോൾഡ് ഇന്ത്യയിൽ റിലീസാകാൻ പോകുന്നു. ഉറപ്പിച്ച മക്കളെ 2 ലക്ഷം രൂപയായിരിക്കും. ഈ ഫോണ്, സാംസങ്ങിൻ്റെ ഈ ഫോണിന് 1,65,000 രൂപയാണെങ്കിൽ ഇമ്പോർട്ടും മറ്റതൊക്കെ ചെയ്യുന്ന ആ സാധനത്തിൻ്റെ വില എന്തായിരിക്കും? 2 ലക്ഷം രൂപ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്, നമുക്ക് നോക്കാം. അപ്പോൾ എന്തിനാണെങ്കിലും അത് എന്തായാലും ഇന്ത്യയിൽ വരുന്നുണ്ട്. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഫോൺസ്. അതിപ്പോൾ ഫോൾഡ് ആണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫോൾഡിൻ്റെയും അതേപോലെ 9, അതുപോലെ 9 പ്രോൻ്റെയൊക്കെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്നൊക്കെ പറഞ്ഞാലും ടെൻസറാണ് ഇരിക്കുന്നത്. പക്ഷേ അടുത്ത വർഷത്തെ ഫോൺ വേറെ ലെവലാണ് മക്കളെ. TSMC ആണ് അവന്മാർക്ക് ചിപ്സെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോണത്. ഇങ്ങോട്ടും സൂപ്പറായിരിക്കും. അതേപോലെ റിയൽമി 30 പ്രോൻ്റെ ഇമേജ് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ആ ഫോൺ നമ്മുടെ നാട്ടിൽ റിലീസാവുന്നുണ്ട്. റിയൽമി 13 Pro പ്ലസും 13 പ്രോയും. ആൻഡ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ റിഫൈൻമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് അവന്മാർ സാധനം ഇറക്കുന്നത്. എന്തായാലും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്യാമറയാണ് ഫോക്കസ് ചെയ്യുന്നത്, 3x ഒപ്റ്റിക്കൽ അത് ഇതൊക്കെ തന്നെയാണ്. സോ ആ ഫോൺ ഉടനെ വരുന്നതായിരിക്കും അവിടെ. അതുപോലെ അങ്ങ് ചൈനയിൽ റിയൽമി GT6 എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പടം ഇതാണ്. ഉടനെ മിക്കവാറും നമ്മളെ നാട്ടിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് വെച്ചേക്കുന്നത്. പിന്നെയും അങ്ങ് ചൈനയിൽ നമ്മുടെ ഐക്യു നിയോ 9S Pro Plus എന്ന് പറയുന്ന ഫോൺ റിലീസായിരിക്കുകയാണ്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 തന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻഡ് ഈ സാധനം നാട്ടിൽ വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇത് ഇറങ്ങുമെന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല. അതേപോലെ റെഡ്മി K70 എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ലംബോർഗിനി എഡീഷൻ മറ്റതും മറിച്ചത് Dimensity 9300 ചിപ്സെറ്റ് വെച്ചാണ് വരുന്നത്. ചൈനയിലാണ് ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ ഇന്ത്യയിൽ പേരൊക്കെ മാറ്റി വേറെ വല്ല പേര് ചില പേരിലും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തിനാണെങ്കിൽ ഇതാണ് ഫോട്ടോ, കണ്ടല്ലേ, അത്രയാണ്. അതുപോലെ വാട്സാപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഇനി തൊട്ട് നിങ്ങളുടെ വോയിസ് നോട്ടിന് നമുക്ക് റൈറ്റിങ്ങിലോട്ട്, അതായത് എന്തിനാണ് വോയിസ് നോട്ടായിട്ട് അയക്കുന്നത്, നമ്മൾ ഒരു ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ സാധനത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് വരാൻ അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ് തുടങ്ങിയ കുറച്ച് ലാംഗ്വേജസാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഭാവിയിൽ മലയാളം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തിനാണെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ. അതുപോലെ OnePlus 12R പുതിയൊരു കളർ വരാൻ പോവാണ്. ഫ്രഷ് സാധനം, റോസ് ഗോൾഡ്, അതായത് എന്തോ വേറെ എന്തൊരു പേരാണ് അവരിട്ടേക്കണത്, റോസ് ഗോൾഡാണ്. എന്തിനാണെങ്കിൽ ഇതൊക്കെ എനിക്ക് ഇന്നും മനസ്സിലാവാത്തത്, എന്തിനാണ് അവന്മാർ ഈ ലോഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നടുക്ക് വയ്ക്കും, നടുക്കായിട്ട് 1000 രൂപ കൂട്ടിയിട്ട് പുതിയ കളർ ഇറക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെയും കുറേ എണ്ണം. വേറൊരു കോമഡി, ഈ വരാൻ പോണ 30 നത്തിങ് 2A XL-ഓ നത്തിങ് 2A ലാർജോ XXL എന്നാ എന്തരോ പറഞ്ഞൊരു സാധനം വരാൻ പോണെന്ന്. നത്തിങ് ഒഫീഷ്യലി ആയിട്ട് ഇട്ട സാധനമാണ്. ഈ നത്തിങ്ങിന് എന്താണ് കടി? ഇവന്മാർക്ക് എന്താണ് വട്ടാടെ ഇടയ്ക്ക് വെച്ച് നീല ഇറക്കുക, ഇടയ്ക്ക് വെച്ച് വേറെ ഒരു കളർ. അതാ ഇപ്പോൾ പറയണം ഇതിൻ്റെ 2A വലിയ ഫോൺ ഇറക്കാൻ പോകണമെന്ന്. എന്തരാ എന്തോ അവിടെ കട്ട റൂമറാണ്. iPhone 16 Pro Maxൽ 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നു എന്നൊരു ന്യൂസ് കേട്ടായിരുന്നു. ആപ്പിൾ ഫാൻ ബോയ്സ് ഒക്കെ ഇപ്പോൾ പടക്കം പൊട്ടിക്കുകയായിരിക്കും. ഇതിനാണെങ്കിലും വലിയ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ. വരാറൊന്നും പോകണമെന്നില്ല, അവിടെ മാനത്തായിക്കൊണ്ടിരുന്നാൽ മതി. പിന്നെ മറ്റേതെപ്പോഴും അത് തന്നെ കേട്ടോ, iPhone 16 60 Hz റിഫ്രഷ് റേറ്റ് തന്നെ, ഒരു മാറ്റവും ഇല്ല അതിനൊന്നും. പിന്നെ ഞാൻ മറ്റേ CMFൻ്റെ റിവ്യൂവിൽ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. നിങ്ങൾക്ക് CMFൻ്റെ ബ്ലൂ പ്രിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സാധനം വെച്ചിട്ട് 3D പ്രിൻ്റർ ഉള്ളവരോ അല്ലെങ്കിൽ 3D പ്രിൻറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ബാക്ക് പാനൽസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി മൂട്ടിൽ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ ഈ CMF ബൈ നത്തിങ്ങിൻ്റെ ഫോൺ 3 മണിക്കൂർ കൊണ്ട് 1 ലക്ഷം യൂണിറ്റാണ് വിറ്റ് തന്നു. ഫോൺ ഇല്ലാന്ന് നാട്ടുകാർക്ക് കൊടുക്കുക, അമ്മാര് ഡിമാൻഡ് ഒന്നും. എൻ്റെ പൊന്നോ, രക്ഷയില്ല കേട്ടോ. ഫോൺ കൊള്ളാം കേട്ടോ, സോഫ്റ്റ്വെയർ വൈസ് ദി ബെസ്റ്റ്. ഇത്രയും കിടിലൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് under 20,000 ഒരു ഫോണും തരില്ല, ഉറപ്പ്. ഓപ്പോ റെനോ തമാശ 12 and 12 Pro ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓപ്പോന് പ്രാന്താണ്, നല്ല മുഴുത്ത പ്രാന്ത്. ഷോക്ക് ഇന്നിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് നടത്തിച്ച് കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞ് അവന്മാരൊരു ഫോൺ ഇറക്കി കേട്ടോ, ഓപ്പോ റെനോ 12 Pro എന്ന് പറഞ്ഞിട്ട്. Dimensity 7050 ചിപ്സെറ്റ് വെച്ച് പറഞ്ഞാൽ ആ കൊണക്കി 40,000 രൂപ. ഇവന്മാർ എന്തോന്ന് വലിച്ചു കയറ്റിയിട്ടാണ് അവിടെ ഇരിക്കണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഓപ്പോ
കാണിക്കണം. ഇതൊക്കെ നാട്ടുകാരെ തലയെ വെച്ച് കൊടുക്കൂടെ. അവിടെ പോയിട്ട് നല്ലൊരു ഫോൺ തരാൻ പറയുമ്പോൾ അവന്മാർ എടുത്ത് കൊടുക്കും. ഒരു ദാക്ഷിണ്യം ഇല്ലാത്തവന്മാർ അത് കൊടുക്കും. ആര് പറയാ ആര് കേൾക്കാം അല്ലേ? അതന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് ചൈനയിലെ ഒരു ഫോണാണ്, ഐഫോണൊന്നുമല്ല. ചൈന പിന്നെ അറിയാമല്ലോ, ഐഫോണിന് അതായത് ആൾക്കാർക്ക് ആ ലുക്ക് മതി. അവരെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ ലുക്ക് വെച്ചിട്ടാണ് നാട്ടുകാർ ഫോൺ വാങ്ങിക്കണമെന്നാണ്. ഇപ്പോഴും അത് വിശ്വസിച്ചാണ് അവിടെ ഉള്ളവന്മാർ കുറച്ചവന്മാർ ഇരിക്കുന്നത് കമ്പനിയിൽ. അതാണ് ആപ്പിളിൻ്റെ സെയിം ഡിസൈൻ കോപ്പി അടിച്ച് വെക്കുന്നത്. അതുമ്പോൾ ആൾക്കാരെ പറ്റിക്കല്ലേ. അയ്യോ. അതേപോലെ OnePlusൻ്റെ പാഡൊക്കെ ഇറങ്ങി കേട്ടോ. OnePlus പാഡ്, OnePlusൻ്റെ വാച്ച് 6, ബഡ്സ്, നോഡ് ബഡ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പാഡ് കൊള്ളാം. 40,000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 3 വെച്ചിട്ട് വരുന്ന ചിപ്സെറ്റ് വരുന്ന സാധനമാണ് ഈ പാഡ്. നല്ലതാണ്. പക്ഷേ LCD ഡിസ്പ്ലേ ആണ് കേട്ടോ, OLED അല്ല. ബട്ട് 40,000 രൂപയ്ക്ക് അതിൻ്റെ സൗണ്ട് എന്നെ ഞെട്ടിച്ച ഒരു ടാബ്ലറ്റാണ് ഈ OnePlus പാഡ് എന്ന് പറയുന്ന സാധനം. ഓടിഞ്ഞോ. നിങ്ങൾ സിനിമയൊക്കെ കാണാൻ വേറെ ഒന്നും വേണ്ട, ഹെഡ്സെറ്റും വേണ്ട, ഒരു കുന്തവും വേണ്ട. ആ സാധനത്തിൻ്റെ വരണ സൗണ്ട് കേൾക്കണം, വേറെ ലെവലാണ്. സൂപ്പർ ടാബ്ലറ്റ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടൊരു ടാബായിരുന്നു OnePlus ടാബ്. അപ്പം ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ന്യൂസ്. വേറെ ന്യൂസൊന്നുമില്ല. വേറെ ഏതെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ന്യൂസൊക്കെ കേട്ട് വരികയാണെങ്കിൽ ഞാൻ വരാം കേട്ടോ. അപ്പോൾ എന്തിനാണെങ്കിലും നിങ്ങൾക്ക് മറ്റേ മൈക്രോസോഫ്റ്റിൻ്റെ മറ്റേ ഇറർ മെസ്സേജ് വന്നോടെ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് പറയട്ടെ. എനിക്ക് വന്നു ബ്രോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇടാട്ടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ. എല്ലാവരും ഒന്ന് അറിയട്ടെ എത്ര പേർക്ക് ഈ സാധനം വന്നിട്ടുണ്ടെന്ന്. അത് ഈ പറയുന്ന ഇറർ നീല കളർ. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മളെന്തായാലും ഇവിടെയൊക്കെ തന്നെ കാണും. അടുത്തത് നമ്മുടെ ഫോൾഡിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് വരാൻ പോകുന്നത്. പിന്നെ അതാണ് ഈ CMF വാച്ചിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ വരുന്നുണ്ട്. വലിയ റിവ്യൂ ഒന്നായിരിക്കും, വളരെ ചെറിയ അപ്ഡേറ്റ് ആണ് ചെയ്തേക്കുന്നത് അവർ. സോ അതിൻ്റെ ചെറിയൊരു വീഡിയോ വരുന്നുണ്ടാവും. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടം വരെ ഒന്ന് പോകും, അസർബൈജാൻ. നമ്മുടെ അജിത്തിനെ ഒന്ന് കാണാനായിട്ട്. ചുമ്മാ അസർബൈജാൻ വരെ ഒന്ന് പോയിട്ട് ഞാൻ വരും. അല്ലാതെ അജിത്തിനെ കാണാൻ നമ്മളെ കാര്യമില്ല സിനിമയിലൊക്കെ. അപ്പം ഞാൻ പോകണേ. ശരി. ഇന്ന്